എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. സിനിമ കണ്ട് പഠിക്കാം. നമ്മുടെ സിനിമ ക്വിസ് പാർട്ടാണ്, എപ്പിസോഡാണ് ഇന്ന്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകത. 5 ചോദ്യങ്ങളാണ്. നമ്മള് കഴിഞ്ഞ ദിവസം വരെ ഉള്ളതിൽ നിന്ന് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഉള്ള നമ്മുടെ പഴയ എപ്പിസോഡുകൾ ഒരു സിനിമ, ആ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലൂടെ GK പഠിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഞാൻ 5 സിനിമകളുടെ കഥ പറയുന്നു വളരെ എളുപ്പത്തിൽ. ആ സിനിമകൾ ഐഡന്റിഫൈ ചെയ്യുക, ആരാണ് ഉത്തരം പറയുന്നത് നോക്കുക. സിമ്പിൾ. ഒരു പ്രത്യേകതയുണ്ട്, ഈ സിനിമയുടെ കഥ പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടല്ല. നമ്മൾ ഈ ആധുനിക കാലത്ത് പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ചും ഈ ബുദ്ധിജീവികളുടെ സംസാരവും സുനിൽ പി ഇളയിടത്തിന്റെയും KN കുഞ്ഞഹമ്മദിന്റെയൊക്കെ സംസാരമൊന്നും ഇഷ്ടപ്പെടാത്ത കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇത് കഥ പറയുന്ന ഒരു അല്പം ബുദ്ധിജീവി സ്റ്റൈലിലായിരിക്കും കഥ പറയുന്നത്. ഒന്നോ രണ്ടോ സെന്റൻസുകളിൽ കഥ പറഞ്ഞ് നിർത്തും. അതിൽ നിന്ന് ആ സിനിമ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എങ്കിൽ ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഉത്തരം ചാടി വിളിച്ചു പറയുന്നതിന് മുമ്പ് ശരിയാകുന്നൊരു മനസ്സിലായ കൈവക്കിയാൽ മതി. ഏത് സിനിമയാണെന്ന് ഓർക്കുക. 1, യാദൃശ്ചികമായ സാഹചര്യങ്ങളുടെ സംഘർഷഭരിതമായ സന്ദർഭങ്ങളിൽ അസ്തിത്വ പ്രതിസന്ധി അതിജീവിക്കുന്ന നായകന്റെ കഥ. ആധുനിക യുവത്വത്തിന്റെ വൈകാരിക അസ്ഥിരതയെ ഹാസ്യത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്ന ഈ സൃഷ്ടിയിൽ നായകൻ അവന്റെ സാമൂഹിക കീഴടങ്ങൾ മറികടക്കാനായി മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നു. രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. നിഷാന്റെ ഉത്തരം എന്താ? അല്ല, നിഷാന്റെ ഉത്തരം പറഞ്ഞു പ്രേമലു. നിബി? ഞാനും പ്രേമലു. ഒന്നുകൂടെ നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞു. യാദൃശ്ചികമായ സാഹചര്യങ്ങളുടെ സംഘർഷഭരിതമായ സന്ദർഭങ്ങളിൽ അസ്തിത്വ പ്രതിസന്ധി അതിജീവിക്കുന്ന നായകന്റെ കഥ. ആധുനിക യുവത്വത്തിന്റെ വൈകാരിക അസ്ഥിരതയെ ഹാസ്യത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്ന ഈ സൃഷ്ടിയിൽ നായകൻ അവന്റെ സാമൂഹിക കീഴടങ്ങൾ മറികടക്കാനായി മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നു. ഒരു വിവാഹവേദിയിലെ യാദൃശ്ചികമായ കണ്ടുമുട്ടലിലൂടെ തന്റെ ജീവിതത്തിന്റെ പുതിയ അർത്ഥതലങ്ങളിലേക്ക് എത്തുന്നു. പണത്തിന്റെയും ആഡംബരത്തിന്റെയും ആർഭാടങ്ങൾക്കപ്പുറം ഉദരപ്രശ്നത്തിന് പരിഹാരമായി ആയുർവേദ കൂട്ടുകൾക്കൊപ്പം പാളത്തിലൂടെ യാത്ര ചെയ്തെത്തുന്ന സാധാരണക്കാരന്റെ ആത്മാർത്ഥ പ്രണയത്തെ വൈകിയാണെങ്കിലും തിരിച്ചറിയുന്ന കഥാനായിക പുതിയ ലോകങ്ങൾ തേടിയുള്ള നായകന്റെ ആകാശ സഞ്ചാരങ്ങൾക്ക് ആത്മവിശ്വാസമേകുന്നു. ഏതാ? പണത്തിന്റെ കാര്യം. നിങ്ങൾ ആ സെന്റൻസ് ശ്രദ്ധിച്ചായിരുന്നോ? പണത്തിന്റെയും ആഡംബരത്തിന്റെയും ആർഭാടങ്ങൾക്കപ്പുറം ഉദരപ്രശ്നത്തിന് പരിഹാരമായി ആയുർവേദ കൂട്ടുകൾക്കൊപ്പം പാളത്തിലൂടെ യാത്ര ചെയ്യുന്നത്. ഏതാണെന്ന് മനസ്സിലായല്ലോ? അതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് 2 പേർക്ക് ഉത്തരം ശരിയാണ്. എങ്കിൽ രണ്ടാമത്തത്, ഇത് സിമ്പിൾ ആണ്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാം. ശ്രദ്ധിച്ചു പറയാം. ആദ്യം കൈവെക്കുന്നവർക്ക് പ്രത്യേക മാർക്ക്. പാരമ്പര്യമായി കൈമാറി വന്ന കുടിപ്പകയുടെ ഫലമായി പുരുഷാധിപത്യപരമായ ചിന്തകളെ അന്ധമായി പിന്തുടരുന്ന കുടുംബനാഥൻ. പാരമ്പര്യമായി കൈമാറി വന്ന കുടിപ്പകയുടെ ഫലമായി പുരുഷാധിപത്യപരമായ ചിന്തകളെ അന്ധമായി പിന്തുടരുന്ന കുടുംബനാഥൻ. മലയാളത്തിലെ എക്കാലത്തെ ഹിറ്റ് സിനിമ. സ്ത്രീകളെ പൂർണ്ണമായും വേർതിരിക്കുന്ന പ്രതിലോമകരമായ സോഷ്യൽ കോഡ് സ്ഥാപിക്കുന്നു. ശരിയാണോ നോക്കാം. ഇവയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പുത്രൻ എതിർപക്ഷത്ത് നിന്നുള്ള വിദ്യാസമ്പന്നയുമായി പ്രണയത്തിലേർപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു ട്രോജൻ ഹോഴ്സ് തന്ത്രം ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുന്ന ശത്രുപക്ഷം. ഒടുവിൽ വർഗപരമായ സംഘർഷം കുടുംബത്തിലെ മറച്ചുവെച്ച വ്യക്തിബന്ധങ്ങളുടെ വെളിപ്പെടുത്തലിലൂടെ പരിഹരിക്കപ്പെടുകയും പുരുഷാധിപത്യത്തിന്റെ ചങ്ങലകൾ തകരുകയും ചെയ്യുന്നു. കേറിവാടാ മക്കളെ എന്ന് അവസാനിക്കുന്നു. സിനിമ ഗോഡ്ഫാദർ. ശരിയായ ഉത്തരവാണ്. അടുത്തത് ഞാൻ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. മൂന്നാമത്തത് വീണ്ടും മലയാളത്തിലെ ഒരു മികച്ച സൂപ്പർ ഹിറ്റ് ചിത്രം. ജീവിതത്തിന്റെ യാന്ത്രികതയിൽ നിന്ന് വിടുതൽ തേടി യാദൃശ്ചികമായ ഒരവസ്ഥയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. ജീവിതത്തിന്റെ യാന്ത്രികതയിൽ നിന്ന് വിടുതൽ തേടി യാദൃശ്ചികമായ ഒരവസ്ഥയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. സൗഹൃദത്തിന്റെ അസ്തിത്വപരമായ തലങ്ങളെ അവർ പുൽകുന്നു. നിഷാൻ ഏതാ? മഞ്ഞുമൽ ബോയ്സ്. നമുക്ക് നോക്കാം. ജീവിതത്തിന്റെ യാന്ത്രികതയിൽ നിന്ന് വിടുതൽ തേടി യാദൃശ്ചികമായ ഒരവസ്ഥയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ സൗഹൃദത്തിന്റെ അസ്തിത്വപരമായ തലങ്ങളെ പുൽകുന്നു. അപ്രതീക്ഷിതമായ ഒരു ദുരന്തം അവരുടെ സാമൂഹിക വൈകാരിക ബന്ധങ്ങളെ ചോദ്യം ചെയ്യുകയും ഒരു വ്യക്തിയുടെ വിധിയെ മറികടക്കാൻ കൂട്ടായ മനുഷ്യപ്രയത്നം എങ്ങനെ കാരണമാകുന്നുവെന്നും ഈ സിനിമ അടയാളപ്പെടുത്തുന്നു. നിഷാൻ, പ്രകൃതിയുടെ അന്തർലീനമായ അപകടങ്ങൾക്കെതിരെ സംഘടിത പോരാട്ടത്തിലൂടെ നിലനിൽപ്പിനായി പോരാടുന്നവരുടെ
നിലനിൽപ്പിലൂടെ പോരാടുന്നവരുടെ സമര തീഷ്ണതയാണ് ഈ ചിത്രത്തിന്റെ കഥ. സത്യം പറയാം പപ്പാച്ച പറഞ്ഞു പൊക്കത്തൊക്കെ തോന്നിട്ടില്ലേ ആദ്യം ഇവരുടെ ജീവിതം മഞ്ഞുമൽ ബോയ്സ് അതാണ് പറഞ്ഞത്. അതെ, ഒരു മിനിറ്റ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇത് ജെൻസിക്കും ആൽഫയ്ക്കും ചുമ്മാ മനസ്സിലാകുന്ന പോലല്ല, ഇത് ബൗദ്ധികമായിട്ടുള്ളതാണ്. അടുത്ത കേട്ടോ കണ്ടുപിടിച്ചോ. ഇത് നിങ്ങൾ ആലോചിച്ച് പറ. അതൊക്കെ വിടെ, ഇത് കഥ അതുപോലല്ല, നോർമൽ വേണം. ഒരു സൂപ്പർ ഹിറ്റ് സിനിമ തിയേറ്ററിലല്ല, നിങ്ങൾ വീട്ടിലിരുന്ന് കണ്ടിട്ടുള്ളതും ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുള്ളതുമായ ഒരു സിനിമ. അപ്പൊ പറയാണ്, നഗരപ്രദേശത്തെ നഗരപ്രദേശത്തെ അവഗണിക്കപ്പെട്ട സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ പ്രതിനിധിയായ നായകൻ. നഗരപ്രദേശത്തെ അവഗണിക്കപ്പെട്ട സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ പ്രതിനിധിയായ നായകൻ തന്റെ സൗഹൃദങ്ങളുടെ അഗ്നിശുദ്ധി പരീക്ഷിക്കപ്പെട്ടപ്പോൾ പിതാവിന്റെ അധികാര ശ്രേണിയെ നിരാകരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെയാ പറയുന്നത്. നിങ്ങൾ അതിനകത്ത് അന്തസ്സത്തെ കണ്ടെത്തിക്കണം. ഒരു മിനിറ്റ്, നിബി കൈ പൊക്കിയിട്ടുണ്ട്. കൈപൊക്കി ഉത്തരം ഏതാണെന്ന് മനസ്സിൽ ചെയ്യുക. നിഷാന്റെ അവസരം കൊടുക്കുക. അവന്റെ നിഷ്കളങ്കമായ ചെങ്ങാത്തം തെറ്റിദ്ധാരണകളുടെയും പ്രാദേശികമായ പവർ ഡൈനാമിക്സിന്റെയും സംഘർഷത്തിൽപ്പെട്ട് പ്രതിസന്ധി നേരിടുന്നു. ഒടുവിൽ തന്റെ കൂട്ടുകാരുടെ ശിരസായി പരിണമിച്ച് ക്രൂരത കാണിക്കുന്ന നിയമപാലകന്റെ നേതൃത്വത്തിലുള്ള ക്ഷുദ്രശക്തികളെ പരാജയപ്പെടുത്തി, ഇതിനാണ് നബി ഉദ്ദേശിച്ചത്, വിമോചനത്തിന്റെ പ്രതീകമായി ക്രിസ്മസ് ആഘോഷങ്ങളെ അഗ്നിക്കിരയാക്കി പുതുവർഷത്തെ തേടുന്നു. മനസ്സിലാക്കാൻ വേണ്ടി ലാസ്റ്റത്തെ പോർഷൻ കിട്ടിയില്ല. അവസാനത്തെ സെന്റൻസ് മനസ്സിലായി. പരാജയപ്പെടുത്തി വിമോചനത്തിന്റെ പ്രതീകമായി ക്രിസ്മസ് ആഘോഷങ്ങളെ ഒടുവിൽ തന്റെ കൂട്ടുകാരുടെ ശിരസായി പരിണമിച്ച് ക്രൂരത കാണിക്കുന്ന ഏതാ സിനിമ ഏതാ? ചോട്ടാ മുംബൈ. നാലാമത്തെ ചോദ്യമല്ലായിരുന്നു, ഇന്നൊരു ചോദ്യമേ ഉള്ളൂ. ഇത് ലാസ്റ്റ് തൽക്കാലം അത് മതി. ചോട്ടാ മുംബൈ നോക്ക് നിഷാന, കഥ കേട്ടില്ലേ? കൊച്ചിയിലല്ലേ, മട്ടാഞ്ചേരിയിലല്ലേ? ഇപ്പൊ നഗരപ്രദേശത്തെ അവഗണിക്കപ്പെട്ട സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ പ്രതിനിധിയായ നായകൻ തന്റെ സൗഹൃദങ്ങളുടെ അഗ്നിശുദ്ധി പരീക്ഷിക്കപ്പെട്ടപ്പോൾ പിതാവിന്റെ അധികാര ശ്രേണിയെ നിരാകരിക്കുന്നു. അവന്റെ നിഷ്കളങ്കമായ ചെങ്ങാത്തം തെറ്റിദ്ധാരണകളുടെയും പ്രാദേശികമായ പവർ ഡൈനാമിക്സിന്റെയും സംഘർഷത്തിൽപ്പെട്ട് പ്രതിസന്ധി നേരിടുന്നു. പവർ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അധികാരങ്ങളുടെ. ഒടുവിൽ തന്റെ കൂട്ടുകാരുടെ ശിരസായി പരിണമിച്ച് ക്രൂരത കാണിക്കുന്ന നിയമപാലകന്റെ നേതൃത്വത്തിലുള്ള ക്ഷുദ്രശക്തികളെ പരാജയപ്പെടുത്തി വിമോചനത്തിന്റെ പ്രതീകമായ ക്രിസ്മസ് ആഘോഷങ്ങളെ അഗ്നിക്കിരയാക്കി പുതുവർഷത്തെ പോകുന്നു. ഇങ്ങനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പപ്പാടി എടുത്തു അവസാനം ലാസ്റ്റ് ചോദ്യം. ഇത് വളരെ എളുപ്പമാണ്. കൈവയ്ക്കാ മതി. ആ കുടുംബത്തിലെ ദത്തുപുത്രനായ നായകൻ അവന്റെ വൈകാരികമായ പ്രിയത്തോടനായിരുന്ന സഹോദരന്റെ കൊലപാതകത്തോടെ നീതിന്യായ വ്യവസ്ഥയുടെ സാധ്യതകളെ പാടെ നിരാകരിച്ചുകൊണ്ട് ക്രൂരമായ പ്രതികാരത്തിന്റെ പാതയിലേക്ക് എത്തുന്നു. ഈ യാത്രയിൽ നായകൻ തന്റെ അസ്തിത്വപരമായ ഹിംസയെ ദുഷ്ടശക്തികൾക്കെതിരെ പ്രയോഗിക്കുകയും മാനസികമായ വൈകാരികതയില്ലാതെ കേവലമായ മൃഗീയതയുടെ ചോരപ്പാടിലേക്ക് കാഴ്ചക്കാരെ വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ പ്രതികാരബോധം എങ്ങനെ ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള അധോലോക രാഷ്ട്രീയത്തെ തകർത്തു കളയുന്നു എന്ന് പരീക്ഷിക്കുന്ന ചിത്രം ഏതാ? മാർക്കോ. ശരിയായ ഉത്തരവാണ്. അവസാനം രണ്ടുപേരും ശരിയാക്കിയിരിക്കുന്നു. പ്രത്യേക കൈയടി. നമ്മള് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സിനിമ സെലക്ട് ചെയ്തുകൊണ്ട് ആ സിനിമയിൽ നിന്ന് GK പഠിക്കാനുള്ള ചോദ്യങ്ങളുമായിട്ട് പിന്നെ കാണാം. അല്ല എങ്കിൽ അത് കൂട്ടുകാർ തന്നെ കമന്റ് ചെയ്യട്ടെ. ഇപ്പൊ 5 സിനിമകൾ അല്ലേ? മാർക്കോ, ചോട്ടാ മുംബൈ, പിന്നെ ഗോഡ്ഫാദർ, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു. 5 സിനിമകളാണ് ഇപ്പൊ നമ്മള് പപ്പായുടെ അതിഗംഭീരമായ എഴുത്തിലൂടെ മനസ്സിലാക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ 5 സിനിമകളിൽ ഏതെങ്കിലും ഒരെണ്ണം കമന്റിൽ രേഖപ്പെടുത്തുക. ആ സിനിമയിൽ നിന്ന് ഞങ്ങൾ പപ്പ പറഞ്ഞ പോലെ GK ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വരുന്നതായിരിക്കും. ഇന്നത്തെ മത്സരത്തിൽ നിബിൻ ഷറഫാണ് വിജയിച്ചിരിക്കുന്നത്. കാരണം നിഷാന് മഞ്ഞുമൽ ബോയ്സ് കിട്ടിയതേ ഇല്ല, എനിക്ക് ബാക്കിയെല്ലാം കിട്ടിയിരുന്നു. ഓക്കെ. മാത്രമല്ല പിന്നെ നിഷാന് നമ്മുടെ ഏതാ ചോട്ടാ മുംബൈയിലേക്ക് എത്താനും ഇച്ചിരി സമയം എടുത്തു. ബാക്കി കുഴപ്പമില്ല. അതെ, നിഷാൻ ആദ്യം പറഞ്ഞു. അത് ശരി. രണ്ടെണ്ണം നിഷാൻ.
അല്ല പ്രേമലും ഒക്കെ ഒരുമിച്ച് പറഞ്ഞു. അതല്ല, നിഷാന് 2 അറിയില്ല. ഓക്കെ, രണ്ടുപേരും വിജയിച്ചായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പൊ ഓക്കെ, ബൈ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ പൊട്ടിക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം നിസേ.